ഹലോ ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഒരു 2 ഉരുളക്കിഴങ്ങും 3 ഏത്തങ്കായേ ഉള്ളൂ ഇന്ന്. അപ്പോൾ നമുക്ക് മലക്കറി ഒന്നും വാങ്ങിക്കാൻ പോകാൻ പറ്റിയില്ല. ഇന്ന് ഇത് വെച്ച് ഒരു തോരൻ ഉണ്ടാകാൻ പോവുകയാണ്. നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. നമുക്കിതെല്ലാം അരിഞ്ഞ് വൃത്തിയാക്കി വരാം. നമ്മുടെ തോരത്തിനുള്ള സാധനങ്ങളെല്ലാം ഇവിടെ എടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് അരിഞ്ഞത്, അതുപോലെ തന്നെ ഏത്തങ്ക ശരീരത്തിനൊക്കെ നല്ലതാണ്. ഈ 2 സാധനം ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ടൊരു തോരൻ വയ്ക്കാം. നമ്മളിത് കടുവറുത്തൊന്നും അല്ല ഇടുന്നത്, സാധാരണ വേവിച്ചാണ് എടുക്കുന്നത്. നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം, കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമുക്കിത് ഗ്യാസ് കത്തിച്ച് മിക്സ് ചെയ്ത് ഗ്യാസ് കത്തിച്ച് നമുക്ക് അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കാം. നമ്മൾ ഗ്യാസ് കത്തിച്ച് തോരത്തിൻ്റെ സാധനം അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. നമുക്കിത് വേവുന്ന സമയം കൊണ്ട് ഒരു അരപ്പ് റെഡിയാക്കാം. നമുക്ക് വെളുത്തുള്ളി വേണം, 2-3 ഇഷ്ടം, മുളക് പൊടി, അതുപോലെ മഞ്ഞൾപ്പൊടി, ജീരകം, തേങ്ങ നമുക്ക് മിക്സിയുടെ ജാറിലോട്ടിട്ട് അരച്ചിട്ട് വരാം, ചതച്ചെടുത്തിട്ട് വരാം. നമ്മുടെ കായും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും നല്ല രീതിയിലൂടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി അരപ്പൊന്ന് ചേർത്ത് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. അതിന് ശേഷം നമുക്കിത് ഇളക്കിയെടുക്കാം. തോരൻ ഇവിടെ എല്ലാം വെന്ത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അരപ്പൊക്കെ നല്ല രീതിയിൽ പിടിച്ച്. പക്ഷേ ഏത്തങ്ക വേവാൻ താമസമായത് കാരണം നമുക്ക് കടുവറുത്തിട്ട് വേവിക്കാൻ പറ്റില്ല. അത് കാരണമാണ് ശകലം വെള്ളം വീത്തി നമ്മളിത് ഉരുളക്കിഴങ്ങും കൂടി വേവിച്ചെടുക്കുന്നത്. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു സാധനമാണ്. അതുപോലെ തന്നെ നമുക്ക് ഇത് ഇറക്കി നമുക്കൊന്ന് കടുവറുത്ത് കാണിക്കാം. നമ്മൾ ചീനിച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കടുകിട്ട് കൊടുക്കാം. ഇവിടെ കടുകെല്ലാം പൊട്ടിയിട്ടുണ്ട്. നമുക്ക് മുളകിട്ട് കൊടുക്കാം. കരിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്ക് കടുക് താളിക്കാം. നമുക്കിതൊന്ന് പാത്രത്തിലോട്ട് മാറ്റാം. നല്ല ടേസ്റ്റാണ്, അടിപൊളിയാണിത്. തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കടുവറുത്തിട്ട് പോകുമ്പോൾ നല്ല നല്ല ചെറിയ ഒരു കുഴഞ്ഞാണ് ഇരിക്കുന്നത്. പക്ഷേ എല്ലാവരും ഉണ്ടാക്കണം, ഒരു പ്രാവശ്യം ഉണ്ടാക്കി എല്ലാവരും ഇത് കഴിക്കും. അടിപൊളി ടേസ്റ്റാണ്. ഉരുളക്കിഴങ്ങ് കായും മാത്രമാണ്. നമുക്ക് 1-2 സാധനമാണെങ്കിൽ നമ്മളെ വീട്ടിൽ നമുക്കൊരു കറിയാക്കാം. അത്യാവശ്യം മലക്കറി ഇല്ലെങ്കിൽ എല്ലാവരും ഉണ്ടാക്കണം. അടിപൊളി.